ഇതാ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ നേരെ പോണത് താജ്മഹലും അതേപോലെ തന്നെ വേറെ കുറച്ച് സ്ഥലം കൂടി കാണാനുണ്ട്. സോ നേരത്തെ ഞങ്ങളോട് ഇറങ്ങി വരാൻ പറഞ്ഞതാണ് ലോട്ടസ് ടെമ്പിൾ. ഇപ്പോൾ ടൈം എന്തായി? 6:18. 6:15 ആകുമ്പോൾ ഞങ്ങളുടെ അവിടെ എത്താൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ട് പോകുന്നു. വന്നിട്ടുണ്ട്, ഞങ്ങളെ ആരും വിളിച്ചില്ല. ബസ് വന്നത് എന്നിട്ട് അത് സെക്യൂരിറ്റിയാണ് ഞങ്ങളോട് വന്ന് പറഞ്ഞത്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു. ബസ്സിന് വേണ്ടി വെയിറ്റ് ആക്കുന്നു. ബസ്സിൽ കയറി. Guys, this is Agra Fort. Auto. അടുത്ത് പറയുന്നു. अमर सिंह गेट से आप लोग एंटर करेंगे और एंटर करने के पहले हमारा चेकिंग होएगा, उसके बाद टिकट चाहिए। ओके, सभी लोग आ गए भैया। लेडीज के लिए लेफ्ट और जेंट्स के लिए that they could pull it up like this. പക്ഷേ ഈ കാണുന്ന മതില്ലേ, അതിൻ്റെ മേലെ സ്റ്റെപ്പ് ഉണ്ടോ? ഇതവിടെ ഇവിടെയാണ് ഈ ഇവിടുത്തെ പടയാളികൾ നിന്നിട്ട് അപ്പുറത്തുനിന്ന് യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ വരുമ്പോൾ ഒരു 50 സാധനങ്ങളൊക്കെ വിട്ടിരുന്നത് ഇവിടെ. അതാണ് വാട്ടർ ഗേറ്റ്. ഇതാണ് വാട്ടർ ഗേറ്റ്. ഞങ്ങളങ്ങനെ ഇവിടെ എത്തി. ആഗ്രയിലെത്തി. ോട്ട് എൻട്രി ചെയ്യാം. ഇവിടെ നിന്നാണ് ഗൈസ് ഇവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിച്ചിരുന്നത്. ഗൈസ് ഈ കാണുന്നത് ഡ്രോയിങ് റൂമും ഇവിടെ കാണുന്നത് ബെഡ്റൂം. ഇവിടെ വെച്ചിട്ടാണ് ഫങ്ഷൻസ് ഒക്കെ നടക്കുക. ആ സമയത്ത് പെണ്ണുങ്ങൾ മുകളിലും ആണുങ്ങൾ താഴെയും. അവർക്ക് നോക്കാനുള്ള വിൻഡോസുകളാണ് അത്. ലേഡീസിന് നോക്കാൻ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വിൻഡോസുകളൊക്കെ ഉള്ളത്. ഫോട്ടോ എടുക്കുക എന്താ വേറൊരു ഇവിടെയാണ്. ഇതൊക്കെയാണ് ഡ്രോയിങ് റൂം. ഇവിടെ വെച്ചിട്ടാണ് വരച്ചിരുന്നത്. റാണിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കിച്ചൺ. ഈ കാണുന്നതാണ് കിച്ചൺ. റാണിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അവിടെ ഉണ്ടാ അവിടെ നിന്നാണ് ഇവിടെ 55-45 ഡിഗ്രി ചൂടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ അവിടെ എത്ര ഇരിക്കാം, ചൂടുണ്ടാവും. അവിടെ നിന്ന് തണുപ്പ് കിട്ടും. ഇവിടെ നിന്നാലാ ഇതിനുള്ളിൽ. ഇതിനുള്ളിലാ. ഇതിൻ്റെ ഉള്ളിൽ ശരിയാണ്. ഇതിൻ്റെ ഉള്ളിൽ തണുപ്പാണ് അല്ലേ?
ഇതിനുള്ളിൽ ഭയങ്കര തണുപ്പ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകാം. അവരുണ്ട് കൊണ്ടുപോകും. അവരോട് പറഞ്ഞ് അവരൊക്കെ പോയാലാണ് എന്തൊക്കെ പറഞ്ഞ് മനസ്സിലാവുള്ളൂ. വാട്ടർ വർക്ക് ജൽ സംവിധാനം. ഗൈസ്, ഈ കാണുന്നതാണ് മുംതാസ് രാജ്ഞിയുടെ റൂം. ഗൈസ്, ഈ കാണുന്നതാണ് മുംതാസ് രാജ്ഞിയുടെ റൂം കേട്ടോ. ഇവിടെ മുന്തിരി ഉണ്ടാവും. മുന്തിരി നിറയെ നിറച്ചുണ്ടായിരുന്നു. പക്ഷേ പഴുത്തിട്ടില്ല, ഭാഗ്യമില്ല. ഇതെന്താ ചെറിയ മുന്തിരിയാണ്. ഇത് കാട്ടി കൊടുക്ക് മുന്തിരി. ഇത് എന്തോ ആണ്. ശിശാമഹൽ എന്താന്നാ പറഞ്ഞത്? മഹല് മഹല് മഹല്. ശിശാ മഹൽ എന്താ? Because this shimmering effect was done with the candles. ക്യാൻഡിൽസ് ആവാം. So, yes, it's very nice. ഇതെന്താ? ഇത് കല്ലാത്ര, ഇതല്ലാതൊരു കല്ല. ഇതാ അത് ഫുള്ള് ഇതൊക്കെ കല്ല. കല്ലുകൾ വെച്ചിട്ടാണ് ആണുങ്ങളെ കൈമൊക്കെ ഇടുന്ന സ്റ്റോൺസ് ഫുള്ള് കല്ലാണ്. ഇതെന്താ? The small mosque was in the view of ശൈനകൾ മേലെത്തി. వీడొక కారాగారం కూడా దాటుకొని వచ్చిన పైకి. പക്ഷേ കാണുന്നത് വാട്ടർ ഗേറ്റാണ്. അന്നൊന്നും ഈ റോഡില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് വേറെ വീഡിയോ എടുക്കുന്ന ഒരു പരിപാടി കൂടി ഉള്ളത് കാരണം കുറേ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്, എന്നാലും എനിക്ക് പറയാൻ പറ്റുന്നില്ല. വേറെ ഒന്നും വിചാരിക്കരുത്. ഇതിന് വേറൊരു വീഡിയോ കൂടി വരുന്നുണ്ട്. സോ അതിൻ്റെ കൂടി ചെറിയൊരു പണിയുണ്ട്, അതുകൊണ്ടാണ്. ഇതിൻ്റെ ബാക്ക് ചെയ്തിട്ട് കുറ്റം പറയണത്. ഞാൻ ഫോട്ടോ എടുത്തേന്. ഞാൻ പിന്നെ മാറ്റി വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പിന്നെന്താ
കൊണ്ട് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് എത്ര കാശ്. എന്താ അപ്പാച്ചിയുടെ മുന്നേ വന്നിട്ടുണ്ടോ? ഞാൻ വഴി അറിയാലോ. റൈസ് ഐ തിങ്ക് പപ്പ വേറെ ഏതോ പെണ്ണിട്ട് വന്നത്. പപ്പ ഏതോ വേറെ പെണ്ണിട്ട് വന്നിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് വിളിച്ചു. അപ്പത്തിന് അടുത്ത ഫോട്ടോ ഇത് കണ്ടു. ഇതെന്താണ് ഇവിടെ പിക്ക് എടുത്തെടുത്തൊക്കെ? वो गाइड उधर ताजमहल में आएगा ना? ആഗ്ര ഫോർട്ട് ഇറങ്ങി. ഞങ്ങൾ അടുത്ത് വന്ന് ഫുഡ് കഴിച്ചിട്ട് നെക്സ്റ്റ് സ്പോട്ട് പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. ഫുഡ് വാങ്ങാനുള്ള ഓട്ടാണ് കാണുന്നത്. എന്തേലും പപ്പനെ കൊണ്ട് വാങ്ങിപ്പിക്കണമെങ്കിൽ ഞാൻ ഓടിക്കോ പറഞ്ഞിട്ട് ഓടുന്നു. ഞങ്ങളിങ്ങനെ കിടന്നിട്ടേ കൊണിഞ്ഞ് കളിക്കണ കണ്ടിട്ട് ഞങ്ങളെ വണ്ടിയിൽ അവർ ചോദിക്കുക നിങ്ങളുടെ സിസ്റ്റേഴ്സാണ്. സിസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു എന്തേ എന്ത് ഒന്നാമത് ഇതൊക്കെ ഇതിനെന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത്? അതും ഫ്രണ്ട്സ് ഉണ്ട്. ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. കാരണം എന്താ പറയാ ഓരോരുത്തരെ കണ്ടില്ലേ. ഞാൻ പാചകം പോക്ക് പറഞ്ഞു പപ്പ ലക്ഷ കുടിച്ച്